വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ലെസനാണ്. നമ്മുടെ ലെസൻ്റെ പേര് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്നാണ്, അതായത് പൂച്ചകളെ വരച്ച ആൺകുട്ടി. ഇത് എഴുതിയിട്ടുള്ളത് ഹസിഗവ താക്കെജീറോ ആണ്. അദ്ദേഹം ഒരു ജാപ്പനീസാണ്. നമ്മുടെ ഈ ഒരു കഥ ഒരു ജാപ്പനീസ് ഫോക്ക് ടെയിലാണ്. ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ നാടോടി കഥ. അപ്പോൾ നാടോടി കഥകളൊക്കെ ഭയങ്കര രസമുള്ള കഥകളായിരിക്കും. അപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് വളരെയധികം ഇൻട്രസ്റ്റോടെ വായിച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കഥയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ കഥ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാനിതിൻ്റെ സമ്മറി ഒന്ന് പറയാം. ശേഷം ഞാനിത് ഓരോന്ന് വായിച്ച് കൃത്യമായി മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സമ്മറിയിലേക്ക് പോവാം. നമ്മുടെ കഥയിൽ ജപ്പാനിൽ ഒരു വില്ലേജിൽ ഒരു പുവർ ഫാർമർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ അദ്ദേഹത്തിന് കുറച്ച് മക്കളുണ്ടായിരുന്നു. മക്കളുടെ എണ്ണം കൃത്യമായിട്ട് പറയുന്നില്ല. മൂത്ത മകൻ 14 വയസ്സ്, അത്യാവശ്യം ആരോഗ്യമൊക്കെയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ശേഷം കുറച്ച് ഗേൾസ് ആണ് മക്കളുള്ളത്. ഏറ്റവും ഇളയവൻ ഒരു ബോയാണ്. അപ്പോൾ മൂത്ത മകൻ എന്താണ്, അത്യാവശ്യം ആരോഗ്യമുള്ള ആളാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഈ ഫാദറിനെ കൃഷിയിലൊക്കെ ഹെൽപ്പ് ചെയ്യും. ചെറിയ മകനാണെങ്കിലോ ബുദ്ധിമാനൊക്കെയാണ്, കഴിവുണ്ട്, പക്ഷേ വീക്കാണ്, ശാരീരികമായിട്ട് അത്ര കഴിവുള്ള ആരോഗ്യമുള്ള ആളല്ല, ചെറുതുമാണ്. അപ്പോൾ ഫാദറിന് മനസ്സിലായി ഇവനെ ഒരു ഫാർമറാക്കാൻ പറ്റില്ല, കൃഷിക്കാരനാക്കാൻ പറ്റില്ല, കാരണം അത്ര ആരോഗ്യമുള്ള ആളല്ല. അപ്പോൾ ഇവനെ ഒരു പ്രീസ്റ്റാക്കാം, ഒരു പുരോഹിതനാക്കാം. അപ്പോൾ ഇളയ മകനെയും കൊണ്ട് ഈ ഫാദർ എന്ത് ചെയ്തു, ഒരു ടെമ്പിളിലേക്ക് പോയി. ടെമ്പിൾ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരു അമ്പലം. അവിടുത്തെ പ്രീസ്റ്റിനോട് കാര്യമൊക്കെ പറഞ്ഞു, ഇവനെ ഒരു പ്രീസ്റ്റ് ആക്കണം. അപ്പോൾ പ്രീസ്റ്റ് ഇവനോട് കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവൻ നല്ല ബ്രില്യൻ്റ് ആയിട്ട് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ പ്രീസ്റ്റ് ഭയങ്കര ഇംപ്രസ്ഡ് ആയി, ഇവൻ കൊള്ളാലോ, അങ്ങനെ അവനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവന് അവിടുത്തെ ഒരു ജീവിതം ഇങ്ങനെ ആരംഭിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിയും, കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചെയ്യും. പക്ഷെ ഒരു ദുശ്ശീലുണ്ട് ഇവന്. എന്താണെന്നറിയോ, ഒഴിഞ്ഞൊരു പ്രതലം കണ്ടാൽ അവനത് ക്യാൻവാസായി സങ്കല്പിച്ച് അവിടെ വരക്കാൻ തുടങ്ങും ചിത്രം. അപ്പോൾ നമ്മുടെ റൂമിലെ വാൾസ്, അതായത് ചുവരിലൊക്കെ വരക്കും, സ്ക്രീൻസിലൊക്കെ അവൻ പോയിട്ട് ഇങ്ങനെ വരക്കുന്ന മുഴുവനും പൂച്ചകളുടെ ചിത്രം. അതുകൊണ്ടാണ് നമ്മുടെ ലെസന് ഈ ഒരു പേര് കിട്ടിയത്, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. പൂച്ചകളുടെ ചിത്രം മാത്രമേ വരക്കണ്ടെന്ന് പറഞ്ഞാലും വരക്കും. അതവൻ്റെ ഒരു അഡിക്ഷൻ പോലെയാണ്. എത്ര പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും അവൻ വീണ്ടും വരക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രീസ്റ്റിന് ഒരു കാര്യം മനസ്സിലായി, ഇവനെ ഒരു പ്രീസ്റ്റ് ആക്കാൻ പറ്റില്ല, കാരണം ഇവൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇവനെ ഒരു ആർട്ടിസ്റ്റ് ആക്കാനേ പറ്റുള്ളൂ. ഈ കാര്യം പ്രീസ്റ്റ് ഇവനോട് പറഞ്ഞു, നിനക്ക് ഒരു ആർട്ടിസ്റ്റ് ആവാനേ കഴിയൂ, പ്രീസ്റ്റ് ആവാൻ കഴിയില്ല, നിൻ്റെ കരിയർ ഇതല്ല, അപ്പോൾ നിനക്ക് ഇവിടുന്ന് പോവാം എന്ന് പറയാണ്. പക്ഷെ പോകുന്ന സമയത്ത് പ്രീസ്റ്റ് ഇവനോട് പറഞ്ഞു, കൊടുത്തൊരു ഉപദേശമുണ്ട്. ഇതായിരുന്നു അത്: അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അതായത് അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, ലാർജ് പ്ലേസ് രാത്രിയിൽ ഒഴിവാക്കൂ, വലിയ സ്ഥലം രാത്രിയിൽ ഒഴിവാക്കൂ. കീപ് ടു സ്മോൾ, ചെറുത് തിരഞ്ഞെടുക്കൂ എന്നാണ് പറഞ്ഞത്. ബോയ്ക്ക് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അത് ചോദിക്കാനുള്ള ധൈര്യം ഇവനുണ്ടായിരുന്നില്ല. കാരണം ഇവൻ എന്താണ്, കുരുത്തക്കേടാണല്ലോ ചെയ്തത് മുഴുവനും. അതായത് നോ എന്ന് പറഞ്ഞാലും വീണ്ടും ചുവരിലൊക്കെ പോയിട്ട് വരക്കല്ലേ പൂച്ചകളുടെ ചിത്രം. അപ്പോൾ അവൻ ചോദിച്ചൊന്നുമില്ല. അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഇവൻ നേരെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, കാരണം ഫാദർ ചൂടാവും. അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണല്ലോ അവിടെ നിന്ന് പോവേണ്ടി വന്നത്. അതുകൊണ്ട് വീട്ടിൽ പോകാൻ ധൈര്യം അവരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ നടന്ന് മറ്റൊരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ എന്താണ്, ഒരു ടെമ്പിൾ, മറ്റൊരു അമ്പലം ഇവൻ കണ്ടു. ഒരു വലിയ അമ്പലമായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരുപാട് പ്രീസ്റ്റുകളുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ ജീവിച്ചിട്ട് അവന് വീണ്ടും പ്രീസ്റ്റ് ആവാൻ തന്നെ സാധിക്കുമെന്ന് കരുതിക്കൊണ്ട് അവൻ ആ അമ്പലത്തിലേക്ക്, അതായത് ആ ടെമ്പിളിലേക്ക് അവൻ പോവുകയാണ്. പക്ഷെ അവിടെ ഒരു അപകടമുണ്ട്. ആ അമ്പലത്തിനുള്ളിൽ ഇപ്പോൾ മനുഷ്യന്മാരാരുമില്ല, അതായത് പ്രീസ്റ്റുകളൊന്നുമില്ല. മറിച്ച് അവിടെയുള്ളത് ഒരു ഗോബ്ലിനാണ്. ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ എ മിസ്റ്റീവിയസ് അഗ്ലി ക്രീച്ചർ റിസംബ്ലിങ് എ ഡ്വാഫ്, അതായത് കുട്ടിച്ചാത്തൻ. ചെറിയ മിസ്റ്റീവിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതിയുള്ള ക്രീച്ചറാണ്. അഗ്ലി ആയിട്ടുള്ള ഒരു കുള്ളനായിട്ടുള്ള ഒരു ക്രീച്ചർ, ഒരു ജീവി. നമ്മുടെ മലയാളത്തിൽ ഒറ്റയടിക്ക് കുട്ടിച്ചാത്തെന്ന് പറയാം. അപ്പോൾ ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഈ ലുട്ടാപ്പിയൊക്കെ ഉണ്ടല്ലോ, അതാണ്. പക്ഷേ ലുട്ടാപ്പി എന്ന് പറയുമ്പോൾ ഒരു ഫണ്ണി ക്യാരക്ടർ പോലെയാണ്. അങ്ങനെയല്ല, അത്യാവശ്യം ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിയാണ് ഗോബ്ലിൻ എന്നുള്ളത്. യഥാർത്ഥ ഗോബ്ലിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്, കുട്ടിച്ചാത്തൻ. പക്ഷെ നമ്മുടെ ഈ കഥയിൽ, ഈ ജാപ്പനീസ് കഥയിൽ ഗോബ്ലിനായി വരുന്നത് ഒരു ജയൻറ്റ് റാറ്റാണ്, വലിയ ഒരു എലി. ഇതേ കഥ തന്നെ വേറെ ഒരു സ്ഥലത്ത്, നമ്മുടെ ടെക്സ്റ്റിലല്ല, വേറൊരു സ്ഥലത്ത് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയ സമയത്ത്, വായിക്കുന്ന സമയത്ത്, അവിടെ ആ ജയൻറ്റ് റാറ്റ്, ആ വലിയ എലിയുടെ, നമ്മുടെ ഗോബ്ലിൻ്റെ പേര്, ഒരു ജാപ്പനീസ് പേര് കൊടുത്തിട്ടുണ്ട്, നെസൂമി മമോനോ.
നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പേര് കൊടുത്തിട്ടില്ല, നെസൂമി മെമോനോ. അത് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പക്ഷെ എന്നാലും മനസ്സിലാക്കിയാൽ മതി. ഒരു വലിയ എലിയുടെ രൂപമായിരുന്നു ഈ കുട്ടിച്ചാത്തന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബോയ്ക്ക് ഈ കാര്യം അറിയില്ല. ഈ ജയൻറ്റ് റാറ്റ് എന്താണ് ഇവിടെയുള്ള പ്രീസ്റ്റിനൊക്കെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. അപ്പോൾ ഈ ജയൻറ്റ് റാറ്റിനെ കൊല്ലാൻ വേണ്ടി കുറേ യോദ്ധാക്കൾ അങ്ങോട്ട് ചെന്നു, പക്ഷേ അവരാരും തിരിച്ചു വന്നില്ല. അത്രയും അപകടകാരിയായിട്ടുള്ള ഒരു ജീവിയായിരുന്നു ഇവൻ. ഈ ഗോബ്ലിൻ. ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല. ഇവൻ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ശേഷം കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നിങ്ങൾക്ക് നല്ല ആഗ്രഹമല്ലേ, നല്ല ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നില്ലേ നിങ്ങൾ? അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അങ്ങനെ അർത്ഥം പറഞ്ഞ് അങ്ങനെ പോവാം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഹോപ്പ് യു എൻജോയ്ഡ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? യു കേം അക്രോസ് എന്ന് പറയുന്നത് ഫ്രേസൽ വെർബ്, കം അക്രോസ് എന്ന V1 ഫോമിൻ്റെ V2 ഫോമാണ്, അതായത് പാസ്റ്റ് ഫോമാണ്. എന്താ അതിനർത്ഥം? അവിചാരിതമായിട്ട് കണ്ടുമുട്ടുക. മെറ്റ് ആക്സിഡൻ്റലി. 10ാം ക്ലാസ്സിൽ ഫ്രേസൽ വെർബ്സ് സെക്ഷനിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ തന്നെ പഠിച്ചോളൂ കേട്ടോ. കേം അക്രോസ്. അപ്പോൾ നിങ്ങളവിടെ ടിൽ എന്ന് പറയുന്ന ഒരു പെയിൻറ്ററിനെ കണ്ടു. ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി. അതിലെ പെയിൻറ്ററിൻ്റെ പേര് ടില്ലാണല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഇൻ ദിസ് സ്റ്റോറി യു വിൽ സീ എ ബോയ് ഹൂ ഈസ് എ പെയിൻറ്റർ ഹു നോസ് ടു ഡ്രോ ഓൺലി ക്യാൻസ്. ഈ കഥയിൽ നിങ്ങൾ ഒരു പെയിൻറ്ററായിട്ടുള്ള ചെറിയ കുട്ടിനെ കാണാൻ പോകും. പക്ഷെ അവൻ എന്താണ് നിങ്ങൾ കാണും, പക്ഷെ അവന് പൂച്ചകളെ മാത്രമേ വരക്കാൻ കഴിയൂ. ഇറ്റ്സ് എ ജാപ്പനീസ് ഫോക്ക് ടെയിൽ. ഇതൊരു ജാപ്പനീസ് ഫോക്ക് ടെയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. ഇത് വായിച്ചിട്ട് എൻജോയ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. നമുക്കിനി സമയം ഒന്നും കളയണ്ട, നേരെ കഥയിലേക്ക് പോവാം. നിങ്ങളിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണല്ലോ അല്ലേ? അത് നോക്കിക്കോളൂ. എ ലോങ് ടൈം എഗോ, ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാനിലെ ഒരു ചെറിയ വില്ലേജിൽ there lived a poor farmer and his wife. അവിടെ ഒരു പാവം ഫാർമറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. who were very good people. അവർ നന്മ നിറഞ്ഞ മനുഷ്യന്മാരായിരുന്നു. they had a number of children. കണ്ടോ, 1 2 ഒന്നുമല്ല, ഇഷ്ടംപോലെ കുട്ടികൾ അവർക്കുണ്ടായിരുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. and found it very hard to feed them all. ഫീഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. the elder son was strong enough when only 14 years old to help his father. മൂത്ത മകന് വെറും 14 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവൻ സ്ട്രോങ് ഇനഫ് ആയിരുന്നു എന്തിന്? ടു ഹെൽപ്പ് ഹിസ് ഫാദർ. അപ്പോൾ മൂത്ത മകൻ എന്ത് ചെയ്യും? 14 വയസ്സുള്ളൂ എങ്കിലും ഫാദറിനെ ഹെൽപ്പ് ചെയ്യും ജോലിയിൽ. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺഡ് ടു ഹെൽപ്പ് ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. ഇനി എൽഡസ്റ്റ് ബ്രദർ, അതായത് എൽഡസ്റ്റ് ചൈൽഡ് ഏതാണ്? ഒരു ആൺകുട്ടിയാണല്ലോ. ഇവന് താഴെയുള്ള ഗേൾസൊക്കെ എന്താണ്, നടക്കാൻ തുടങ്ങി തൊട്ട് തന്നെ അമ്മയും ജോലിയെ സഹായിച്ചു. ബട്ട് ദ യംഗസ്റ്റ് ചൈൽഡ് എ ലിറ്റിൽ ബോയ്, പക്ഷേ ഏറ്റവും ചെറിയ കുട്ടി ലിറ്റിൽ ബോയ് ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അവനെ കണ്ടാൽ എന്താണ്? അവന് ഫിറ്റല്ല. എന്തിന് ഫിറ്റല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കരുത് കേട്ടോ. അവിടെ എന്താ ഉദ്ദേശിച്ചത്? ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്കിന് ഫിറ്റല്ല. അപ്പോൾ ശാരീരികമായിട്ട് എന്താണ്, അവന് അത്ര ആരോഗ്യമൊന്നുമില്ല. ഹി വാസ് വെരി ക്ലെവർ, പക്ഷെ ബുദ്ധിമാനാണ്, കഴിവുണ്ട്. ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇവന് ഒന്നധികം ബ്രദേഴ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവൻ്റെ ബ്രദേഴ്സിനേക്കാളേറെ സിസ്റ്റേഴ്സിനേക്കാളൊക്കെ ബുദ്ധിമാനാണ് ഇവൻ. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷെ ഭയങ്കര ശാരീരികമായിട്ട് അവശനാണ്, സ്മോൾ, ചെറുതാണ്. ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി, ഇവനെ അത്ര വലുപ്പമൊന്നും വെക്കില്ല, ഇവന് വലിയ ആരോഗ്യമൊന്നും ഉണ്ടാവില്ലെന്ന് പറയാൻ തുടങ്ങി. സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാർമർ. അപ്പോൾ ഇവൻ്റെ പാരൻസ് കരുതി ഇവന് ഒരു ഫാമർ ആവുന്നതിനേക്കാളും എളുപ്പം എന്താണ്, ഒരു പ്രീസ്റ്റ് ആവുന്നതാണ്. ദേ ടുക്ക് ഹിം വിത്ത് ദം ടു ദ വില്ലേജ് ടെമ്പിൾ വൺ ഡേ. ഒരു ദിവസം വില്ലേജ് ടെമ്പിളിലേക്ക് അവനെ കൊണ്ടുപോയി വൺ ഡേ. ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹു ലിവ്ഡ് ദെയർ ഇഫ് ഹി വുഡ് have their little boy for his acolyte and teach him all that a priest ought to know. അതായത് ഒരു ദിവസം വില്ലേജ് ടെമ്പിളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ നല്ല പ്രായമുള്ള പ്രീസ്റ്റിനോട് ചോദിച്ചു, ഇവനെ നിങ്ങളുടെ അക്വലേറ്റ് ആക്കാൻ സാധിക്കുമോ? അക്വലേറ്റ് എന്ന് പറയുമ്പോൾ ഹെൽപ്പർ എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഈ റിലീജിയസ് ഡ്യൂട്ടി, ഇതിനകത്ത് ഇവർക്ക് ഒരുപാട് ജോലികളുണ്ടല്ലോ ഈ പ്രീസ്റ്റിന്. അപ്പോൾ അതിനൊക്കെ ഒരു ഹെൽപ്പറായിട്ട് ഇവനെ വെക്കാൻ പറ്റുമോ? ഭാവിയിൽ ഇവന് പ്രീസ്റ്റ് ആവാൻ സാധിക്കും. മാത്രമല്ല ഇവനെ ടീച്ച് ചെയ്യുക, എന്ത്? പ്രീസ്റ്റ് ഓട്ട് ടു നോ, ഒരു പ്രീസ്റ്റ് പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഇവനെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചു. ദി ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ് എന്ന് പറഞ്ഞ ആൺകുട്ടി എന്നാണ്.
അപ്പോൾ ഈ ഓൾഡ് മാൻ ആയിട്ടുള്ള ഈ പ്രീസ്റ്റ് എന്താണ്, സ്പോക്ക് കൈൻഡ്ലി, വളരെ നല്ല മാർദ്ദവത്തോടെ സിമ്പിളായിട്ട് എന്താണ് ദയോടെ ഇവനോട് സംസാരിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്, പക്ഷേ ഹാർഡായിട്ടുള്ള ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. സോ ക്ലെവർ വേർ ദ ആൻസേഴ്സ്, പക്ഷേ ആൻസേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു, നല്ല ബുദ്ധിപരമായിട്ടുള്ള ആൻസേഴ്സ് ആയിരുന്നു. ദാറ്റ് ദ പ്രീസ്റ്റ് അഗ്രീഡ് ടു ടേക്ക് ദ ലിറ്റിൽ ഫെലോ ഇൻ ടു ദ ടെമ്പിൾ ആസ് എൻ അക്വലേറ്റ്. അപ്പോൾ പ്രീസ്റ്റ് സമ്മതിച്ചു, ഇവനെ ഒരു അക്വലേറ്റ് ആക്കാം, ഹെൽപ്പർ ആക്കാം, പ്രീസ്റ്റിൻ്റെ ഹെൽപ്പർ ആക്കാം എന്ന് പറഞ്ഞു. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം, ഒരു പുരോഹിതന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവനെ പഠിപ്പിക്കുകയും ചെയ്യാമെന്ന് ഈ ഓൾഡ് പ്രീസ്റ്റ് എഗ്രി ചെയ്തു. The boy learned quickly what the old priest taught him. നമ്മുടെ ബോയ് പഠിച്ചു, ലേൺഡ് ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ, വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് taught him. ഈ പ്രായമുള്ള ഓൾഡ് പ്രീസ്റ്റ് എന്താണോ ഇവനെ പഠിപ്പിച്ചത് അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവൻ പഠിച്ചു. ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. എല്ലാ കാര്യങ്ങളും, മോസ്റ്റ് തിങ്സ്, മിക്ക കാര്യങ്ങളിലും ഇവൻ വളരെ ഒബീഡിയൻ്റ് ആയിരുന്നു, അനുസരണയുള്ളവനായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്, ഒരു പ്രശ്നം ഇവനുണ്ടായിരുന്നു. ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. പഠിക്കുന്ന സമയത്തൊക്കെ ഇവൻ എന്ത് ചെയ്യും, കാറ്റ്സ്, പൂച്ചകൾ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വേർ കാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. ഇപ്പോൾ പൂച്ച വരയ്ക്കേണ്ട ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇവൻ എന്ത് ചെയ്യും, പൂച്ചയെ വരച്ചുകൊണ്ടേയിരിക്കും. അതൊരു ദുശീലം പോലെ ഇവനെ ബാധിച്ചു. ആ വരക്കുന്ന പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. Whenever he found himself alone, he drew cats. എപ്പോഴൊക്കെ ഈ ബോയ് ഒറ്റക്കാവോ അവൻ ഉടനെ പൂച്ചകളെ വരക്കും. He drew them on the margins of the priest books. പ്രീസ്റ്റിൻ്റെ പുസ്തകങ്ങളിലെ മാർജിലൊക്കെ കൊണ്ടുപോയി പൂച്ചനെ വരക്കും. And on all the screens of the temple. ടെമ്പിളിൻ്റെ സ്ക്രീൻസ്, മറ, എന്തൊക്കെയുണ്ടോ ചട്ടായിട്ട് വരക്കാൻ പറ്റുന്ന സ്ഥലം, അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവൻ പൂച്ചയെ വരക്കും. ഒരു തിരശ്ശീല കിട്ടിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവൻ എന്ത് ചെയ്യും, പൂച്ചയെ വരക്കും. ആൻഡ് ഓൺ ദ വാൾസിൽ വരക്കും. ആൻഡ് ഓൺ ദ പില്ലേഴ്സ്, തൂണിൽ വരക്കും. സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്. പ്രീസ്റ്റ്, അവിടെയുള്ള പ്രീസ്റ്റുകളൊക്കെ, ആ പ്രീസ്റ്റ് എന്ത് പറഞ്ഞു, ആ മെയിൻ പ്രീസ്റ്റ് ഇവരോട് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് റൈറ്റ്, വരക്കരുത്, ഇത് നല്ലതല്ല. ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്സ്. പക്ഷേ ഇവൻ ഒരിക്കലും കാറ്റ്സിനെ വരക്കുന്നത് നിർത്താൻ കൂട്ടാക്കിയില്ല. ഹി ഡ്രൂ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. ഇവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇവന് വരക്കാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് സിഗരറ്റ് വലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇവനൊരു അഡിക്ഷൻ ആയിപ്പോയി, ഇവനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ശരിക്കും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രത്യേകതകളാണ് അതൊക്കെ. ഞാനിപ്പോൾ ഒന്ന് വരക്കണം എന്ന് കരുതി വരക്കുന്നതല്ല, അവർക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതേപോലെ ഇവനങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കണം. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. കണ്ടോ, ജീനിയസ് എന്ന് പറഞ്ഞാൽ പ്രതിഭ, ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രതിഭ അവനുണ്ടായിരുന്നു. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ അക്യുലേറ്റ്. എ ഗുഡ് അക്യുലേറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. എന്താ പറഞ്ഞത്, ആർട്ടിസ്റ്റിൻ്റെ കഴിവാണ് അവനുള്ളത്, ഒരു അക്യുലേറ്റിൻ്റെ കഴിവല്ല. അക്യുലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രീസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നവൻ. അപ്പോൾ ഒരു അക്യുലേറ്റ് എന്ത് ചെയ്യണം, പുസ്തകങ്ങൾ വായിച്ച് പഠിക്കാൻ വേണ്ടത്. പക്ഷെ അതിനല്ല, ഇവന് കൂടുതൽ താല്പര്യം പെയിൻറ്റിങ്, വരക്കാനാണ്. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once." ഒരു ദിവസം നമ്മുടെ ബോയ് എന്ത് ചെയ്തു, വളരെ മനോഹരമായിട്ട് കാറ്റ്സിൻ്റെ പിക്ചേഴ്സ് വരച്ചു ഒരു പേപ്പർ സ്ക്രീനിൽ. ആ സമയത്ത് ഓൾഡ് പ്രീസ്റ്റ് ഇവനോട് പറഞ്ഞു, സിവിയർലി, കുറച്ച് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, മൈ ബോയ് യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. അറ്റ് വൺസ് പറഞ്ഞാൽ ക്വിക്ക്ലി, നൗ എന്നുള്ള അർത്ഥത്തിലാണ്. നീ ഈ ടെമ്പിളിൽ നിന്ന് പോകണം എന്ന് തന്നെ പറഞ്ഞു. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്കൊരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ സാധിക്കുകയില്ല. ബട്ട് പെർഹാപ്സ്, ഒരു പക്ഷേ, യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നിനക്ക് പക്ഷേ ഒരു ദിവസം നല്ല ആർട്ടിസ്റ്റ് ആവാൻ സാധിക്കും. നൗ ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഞാനിനി നിനക്ക് ഒരു ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് തരികയാണ്, ഒരു ഉപദേശം തരികയാണ്. ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, നീ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. നെവർ ഫോർഗെറ്റ് ഇറ്റ്, മറക്കരുത്. എന്താ പറഞ്ഞത്, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. എന്താ പറഞ്ഞത്, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വലിയ പ്രദേശങ്ങൾ ഒഴിവാക്കുക. കീപ് ടു സ്മോൾ, ചെറുതെടുക്കുക. The boy did not know what the priest meant by saying avoid large places, keep to small. ഈ ബോയ്ക്ക് മനസ്സിലായില്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്ന് ഈ പ്രീസ്റ്റ് പറഞ്ഞപ്പോൾ ബോയ്ക്കൊന്നും മനസ്സിലായില്ല. ഹി തോട്ട് ആൻഡ് തോട്ട്. ബോയ് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചു. While he was
ടൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. എപ്പോൾ അവൻ ഇങ്ങനെ ടൈയിങ് അപ്പ് കെട്ടിയപ്പോൾ, എന്ത് കെട്ടിയപ്പോൾ? ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്, വസ്ത്രങ്ങളുടെ ബണ്ടിൽ, ആ കൂട്ടങ്ങനെ അവൻ കെട്ടി. ഇവിടുന്ന് പോകണമല്ലോ, ടു ഗോ എവേ, പോകുന്ന സമയത്ത് പോകാൻ വേണ്ടിയിട്ട് അവൻ ഇവൻ്റെ ക്ലോത്ത്സ് ഒക്കെ കെട്ടാൻ തുടങ്ങി. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്, ആ വാക്കുകളൊന്നും അവന് മനസ്സിലായില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് അറ്റ് ഹിം എനിമോർ എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. കാരണം പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൂടുതൽ പ്രീസ്റ്റിനോട് സംസാരിക്കാൻ ബോയ്ക്ക് ഭയമായി. അപ്പോൾ പ്രീസ്റ്റിനോട് ഇവൻ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1 വീഡിയോ, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന ലെസൻ്റെ. അപ്പോൾ പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അതുകൂടെ കാണുമ്പോഴേ നിങ്ങൾക്ക് മുഴുവനായിട്ട് ലെസൺ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ പിന്നെ സമയം കളയാതെ വേഗം ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ കമൻസൊക്കെ താഴെ കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം 4ാം ക്ലാസ് തൊട്ടിട്ട് +2 വരെയുള്ള ഇംഗ്ലീഷ് എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെയും ലെസൺ സീരീസ് ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുറമെ 10ാം ക്ലാസ്സിലെ ഹിന്ദി, സ്പോക്കൺ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഗ്രാമർ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.